നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ജാവോ പെട്രോ തൻ്റെ വെക്കേഷൻ കട്ട് ചെയ്ത് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ബ്രസീൽ ടീമിലേക്ക് ഇനിയും വിളി വന്നാലോ? ഇത് അത് തന്നെ സംഭവം. അപ്പോൾ നമ്മൾ യുഎല്ലിൻ്റെ റിപ്പോർട്ട് ഒന്ന് ആദ്യം പരിശോധിക്കാം. അതിൽ പറയുന്നത് ജാവോ പെട്രോ തൻ്റെ വെക്കേഷൻ ഒഴിവാക്കി ഇപ്പോൾ ട്രെയിനിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് വേൾഡ് കപ്പിന് ദേശീയ ടീമിലേക്ക് ഇനിയും വിളി വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ചെൽസിയുടെ ഫോർവേഡ് ഫിസിയോതെറാപ്പിക്കും മറ്റ് ട്രെയിനിങ്ങുകൾക്കുമൊക്കെ വിധേയനായിട്ട് എല്ലാ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നാഷണൽ ടീമിന് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആകുന്ന രൂപത്തിൽ അദ്ദേഹം തൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമുക്കറിയാലോ, ചെൽസിയിൽ നിന്ന് അദ്ദേഹം മൂവ് ചെയ്യുമ്പോൾ ബാഴ്സയ്ക്ക് താല്പര്യമുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ബാഴ്സയ്ക്ക് അദ്ദേഹം താല്പര്യമുണ്ട്, പക്ഷേ ചെൽസി വിട്ടുകൊടുക്കൂല എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്നു എന്ന ട്രാൻസ്ഫർ വാർത്തകൾ നമ്മൾ കേട്ടു. എന്നാൽ ഇപ്പോഴും ജാവോ പെട്രോക്ക് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വിളി വരാൻ സാധ്യതയുണ്ട് എന്നാണ് യുഎല്ലിൻ്റെ റിപ്പോർട്ട്. അതിൻ്റെ കാരണം ചില താരങ്ങൾക്ക് പരിക്ക് വരികയാണെങ്കിൽ പകരം ആളെ വെക്കണമല്ലോ. അപ്പോൾ ബ്രസീൽ ഇന്നലെയാണ് നെയ്മർക്ക് ഗ്രേഡ് 2 കാഫ് ഇഞ്ചുറിയാണ്, 2 മുതൽ 3 ആഴ്ചക്കാലം വരെ പുറത്തിരിക്കേണ്ടി വരുമെന്നൊക്കെ പറയും. അപ്പോൾ നെയ്മർക്ക് പകരം ജാവോ പെട്രോ എന്ന സാധ്യത ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, നെയ്മർ ഉള്ളത് കൊണ്ടല്ല ജാവോ പെട്രോയെ സ്ക്വാഡിലേക്ക് എടുക്കാതിരുന്നത്. അത് മുന്നേറ്റ നിരയിലെ മറ്റ് ചില താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ജാവോ പെട്രോ എന്തായാലും കോച്ച് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ ഇനിയുള്ള ചോദ്യം, ഇപ്പോൾ നെയ്മർ പരിക്കും വെച്ചാണല്ലോ സ്ക്വാഡിലുള്ളത്. അപ്പോൾ ഈ താരത്തെ മാറ്റണമെങ്കിൽ ഇനി എത്ര സമയം വരെ കാത്തിരിക്കാം? അതായത് അവസാനം ഒരു താരത്തെ റീപ്ലേസ് ചെയ്യാനുള്ള സമയം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ഒരു ടീമിൻ്റെ വേൾഡ് കപ്പിലെ മത്സരം നടക്കുന്നതിൻ്റെ 24 മണിക്കൂർ മുമ്പ് താരങ്ങളെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം, പരിക്കൊക്കെ ഉണ്ടെങ്കിൽ. അതായത് വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് പ്രസൻറ്റ് ചെയ്യപ്പെട്ട ഒരു താരം, അല്ലെങ്കിൽ ആ സ്ക്വാഡിലേക്ക് എടുത്ത ഒരു താരം, ആ താരത്തിന് സീരിയസ് ഇഞ്ചുറിയാണ്, അദ്ദേഹത്തിന് ഇൽനെസ്സാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ക്വാഡിൽ കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ആ ടീമിൻ്റെ ഫസ്റ്റ് മാച്ച് എന്നാണോ ആ മാച്ച് നടക്കുന്നതിൻ്റെ 24 മണിക്കൂർ മുമ്പ് വേണമെങ്കിൽ താരത്തെ റീപ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ പരിക്കുണ്ടായാലും സ്ക്വാഡിൽ തന്നെ തുടരേണ്ട അവസ്ഥ വരും. അത് നമുക്കറിയാലോ, ടീമിന് സ്വാഭാവികമായിട്ടും നഷ്ടമായിരിക്കും, തിരിച്ചടിയായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നെയ്മറുടെ കാര്യം ഒരു എക്സാമ്പിളാക്കി എടുത്താൽ, അദ്ദേഹത്തിന് എന്തായാലും ജൂൺ 12 ബ്രസീൽ ഒരു തറോ ചെക്കപ്പ് നടത്തും. അപ്പോൾ ജൂൺ 13 ബ്രസീലിൻ്റെ ആദ്യ മത്സരം വരുന്നത്. അത് മൊറോക്കോക്കെതിരെയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് താരത്തിൻ്റെ കാര്യത്തിലൊരു തറോ എക്സാമിനേഷൻ നടത്തും. പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യും, ഇല്ലെങ്കിൽ അദ്ദേഹം അവിടെ തുടരും. ഇതാണ് സാധ്യത. അപ്പോൾ ഈ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം ജാവോ പെട്രോ ഇപ്പോഴും ട്രെയിനിങ് തുടരുന്നത്, അതും വെക്കേഷനൊക്കെ വെട്ടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അവർക്ക് വെക്കേഷനാണല്ലോ. ക്ലബ് മത്സരങ്ങൾ ഇനിയിപ്പോൾ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഉണ്ടാവുക. അപ്പോൾ അത്രയും സമയം സാധാരണ താരങ്ങൾ വെക്കേഷനിൽ പോകുന്നൊരു സമയമാണ്. അതിന് പോകേണ്ടെന്ന് തീരുമാനിച്ച് ട്രെയിനിങ് കൊണ്ട് അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള ഒരു വിളി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.